നമസ്കാരം. ഇന്നു ഞാൻ ചോദ്യനാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും. ചോദ്യനാളില് ജനിച്ചാല് പിണക്കമുള്ളവനായും ക്രയവിക്രയാദികളില് അതിസാമർത്ഥ്യവാനായും ധർമ്മനിഷ്ഠനായും ഭയപ്പെട്ട ഭാവത്തോടു കൂടിയവനായും ഭവിക്കും. കഠിനാധ്വാനിയാണ്. ഇതിന്റെ ഫലമായി വിജയം കൈവരിക്കുവാനുള്ള മനോബലവും നിങ്ങൾക്കുണ്ട്. കഴിവുള്ള ഒരു നയതന്ത്രജ്ഞനും രാഷ്ട്രീയത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ബുദ്ധിശക്തി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അതിനാൽ ജോലികൾ വളരെ ഫലപ്രദമായി പൂർത്തീകരിക്കുകയും ചെയ്യും. പ്രകൃതവും പെരുമാറ്റത്താലും മാത്രം ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. ആളുകളോട് അനുകമ്പയുള്ളതിനാൽ അവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമല്ല. അതിനാൽ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കും. ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തുമാകട്ടെ, എല്ലായിടത്തും നിങ്ങൾ വിജയിക്കും. ഇത് ഉയരങ്ങളിൽ എത്തുവാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ചിന്തകൾ സമാധാനപരവും ഉറച്ചതും പരിശുദ്ധവുമാണ്. അതിനാൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് വിമർശിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ആരുടെയും ജോലി തടസ്സപ്പെടുത്തുകയോ മറിച്ച് നിങ്ങളോട് ആരും അങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഒരു നല്ല ഭാവിക്കായി നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുകയും കോപിക്കാതിരിക്കുകയും ചെയ്യുക. അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കുവാനായി ധാരാളം സമയം ചിലവഴിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറാണ്. വകതിരിവില്ലാതെ നിങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു. ആവശ്യക്കാർക്ക് ഒരു നല്ല സുഹൃത്തും മോശപ്പെട്ടവർക്ക് നിങ്ങൾ വിരോധിയുമാണ്. ആരെയെങ്കിലും വെറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങളിൽ ഉറച്ചുതന്നെ നിൽക്കും. നിങ്ങളുടെ കുട്ടിക്കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കാം. എന്നാൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിയന്ത്രിതമായ രീതിയിൽ നിലകൊള്ളുകയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയേക്കും. നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് കടയുടമ, കച്ചവടക്കാരൻ, ഗുസ്തിക്കാരൻ, കളിക്കാരൻ, സർക്കാർ ജീവനക്കാരൻ, ഗതാഗതം, സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ, വാർത്താ വായനക്കാരൻ, സ്റ്റേജ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ജോലികൾ, അധ്യാപക പരിശീലകൻ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ജോലികൾ, വക്കീൽ, ജഡ്ജ്, അന്വേഷകൻ മുതലായവ. വൈവാഹിക ജീവിതത്തിൽ ഏത് തരത്തിലുമുള്ള വാദപ്രതിവാദങ്ങളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം വൈവാഹിക ജീവിതം വേദനാജനകമായി മാറിയേക്കാം. കാര്യങ്ങൾ എത്രമാത്രം മനോഹരമായി നിങ്ങൾ വയ്ക്കുന്നുവോ അത്രമാത്രം ആനന്ദപ്രദമായിരിക്കും കുടുംബജീവിതം. Please subscribe the channel. Thank you for watching.